സുന്ദരന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. സുന്ദരനെ വീടായി. എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. ലോകമലേശ്വരം കാരൂർ സ്വദേശിയായ സുന്ദരനും കുടുംബത്തിനുമാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. PMAVയിൽ നിന്ന് ലഭിച്ച 4 ലക്ഷം രൂപയും സേവാഞ്ജലി ട്രസ്റ്റും കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിലെ 1988 ബാച്ചിലെ സഹപാഠികളും ടീം 24ന്റെ പ്രവർത്തകരും കൈകോർത്തപ്പോൾ 650ഓളം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് സുന്ദരന് സ്വന്തമായത്. ഡയാലിസിസ് പേഷ്യന്റായ സുന്ദരന്റെ ഭവനത്തിന്റെ താക്കോൽദാനം വിവേകാനന്ദ കേന്ദ്രവേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ M. ലക്ഷ്മികുമാരി നിർവഹിച്ചു. മുൻ നഗരസഭാ കൗൺസിലറും വിനായക സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റുമായ പരമേശ്വരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. നിയുക്ത കൗൺസിലർ അമ്പിളി ജയരാജൻ, റിട്ടയേർഡ് ക്യാബിനറ്റ് സെക്രട്ടറി K. അച്യുതൻ, ശശിധരൻ വാടക്കാപ്പുറത്ത്, ലാൽ വട്ടപ്പറമ്പിൽ, അനിൽകുമാർ കളത്തനാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സകല സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ. ഇനി അതകത്തുണ്ട് ടേബിൾ വെച്ചോ, അത് തുറന്നിട്ട് തൊട്ടെ ടേബിൾ കൊണ്ടുവച്ചോളൂ. പക്ഷെ ഭഗവാൻ ഓരോരുത്തരുടെ വീട്ടിലും കയറി സ്നേഹവും ഇതൊന്നും തരാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അമ്മമാരെ സൃഷ്ടിച്ചപ്പോൾ അമ്മമാർ ഓരോ വീട്ടിലും സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്നവരായി മാറും. ഇക്കാലത്ത് അമ്മമാർക്കൊക്കെ ഭയങ്കര തിരക്കും പരിപാടികളൊക്കെ ഉണ്ട്. സ്നേഹത്തിൻ്റെ ശരിയായ രൂപം അവരൊക്കെ മറന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചു കുറേ കൗൺസിലർമാരെ ഉണ്ടാക്കാൻ. നമുക്ക് കുറേ മുനിസിപ്പൽ കൗൺസിലർമാർക്ക് നല്ല ബുദ്ധി തോന്നി, നല്ല മനസ്സ് തോന്നുമ്പോൾ അവരെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം എന്നാണ് ഇപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എവിടെയെല്ലാം ദുഃഖവും വിഷമങ്ങളൊക്കെ കാണുന്നു അവിടെ മനസ്സലിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്ന കുറച്ച് നല്ല ആൾക്കാരെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഉദയനെ അറിഞ്ഞു തുടങ്ങിയിട്ട് 15-18 വർഷങ്ങളായി. ഒരു മകനെ മാതിരി എൻ്റെ കൈ പിടിച്ച് എല്ലാ ദിക്കിലേക്കും കൊണ്ടുപോകാനൊക്കെ ഉദയനുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായി, അവിടെയുള്ളവർക്കും അതെ. അപ്പോൾ ഉദയൻ വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്താ വെച്ചാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് നന്മ വരുള്ളൂ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നല്ലത് ചെയ്തതുകൊണ്ട് മാത്രമേ നല്ലത് വരുള്ളൂ. തിന്മ ചെയ്തുകൊണ്ടിരുന്നാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കും തിരിച്ചടികളുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു നല്ല സന്ദർഭത്തിൽ എനിക്ക് എല്ലാവരോടും ഇവിടെ കൂടിയിരിക്കുന്ന ചെറിയ സംഘത്തിനോട് പറയാനുള്ളത്, ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരിക്കൂ. ഇവിടെ നിന്നെന്നറിയാതെ നമ്മളെ തേടി നല്ല നല്ല ഭാഗ്യം കൈവരും. കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച 3-4 വരികളുണ്ട്. അത് നമ്മൾ ചെല്ലിയാൽ മതി. ചെല്ലല്ല, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ. അപ്പോൾ നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു ഓക്യുപ്പേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയുള്ളവരെയൊക്കെ കുറ്റങ്ങൾ കണ്ട് അതെടുത്ത് പറയലാണ്. അപ്പോൾ ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ, ആരോടും നീച്ച വാക്കോതിടായവൻ. നമ്മുടെ വായ തുറന്നു കഴിഞ്ഞാൽ നല്ലത് മാത്രമേ വരാവൂ. നാവിന്മേലിരിക്കുന്നത് സരസ്വതി ദേവിയാണ്. അപ്പോൾ നമ്മൾ ചീത്ത വാക്ക് പറയുമ്പോൾ അത് സരസ്വതി ദേവിയെ നമ്മൾ ഉപദ്രവിക്കണ മാതിരിയാണ്. അപ്പോൾ ആ വീടുകളിൽ വിദ്യാഭ്യാസവും ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സരസ്വതിയെ ഒരിക്കലും നമ്മൾ കഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് എപ്പോഴും